മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാരെയും ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരെയും നിയമിച്ചുള്ള ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന ആക്ഷേപം. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല. അസിസ്റ്റന്റ് അസോസിയേറ്റ് പ്രൊഫസേഴ്സിനെ അനധികൃതമായി പ്രൊഫസേഴ്സാക്കി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽസിന്റെ സ്ഥലം മാറ്റിയതിലും ഡോക്ടേഴ്സിനിടയിൽ പ്രതിഷേധമുണ്ട്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് സൂപ്രണ്ടിനെയും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും നിയമിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത് ഇന്നലെ. ഉത്തരവിൽ വ്യാപകമായ പിഴവുകൾ സംഭവിച്ചു. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ചട്ടങ്ങൾ പാലിക്കാതെയായിരുന്നു വിവിധ തസ്തികകളിലേക്ക് ഡോക്ടർമാരെ നിയമിച്ചുള്ള ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. 25 ഡോക്ടർമാരെ നിയമിച്ചതിൽ പലർക്കും മതിയായ യോഗ്യതയില്ല. അസിസ്റ്റന്റ് അസോസിയേറ്റ് കേഡറിൽ ജോലി ചെയ്ത ഡോക്ടർമാരെ ഉത്തരവിലൂടെ പ്രൊഫസർമാരാക്കി നിയമനം നൽകി. നിലവിൽ സൂപ്രണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജയചന്ദ്രനെ സൂപ്രണ്ടായി നിയമിക്കുന്നുവെന്നും ഉത്തരവിലുണ്ട്. ജൂനിയർ ഡോക്ടർമാർക്ക് അനധികൃതമായ സ്ഥാനക്കയറ്റം നൽകിയെന്നും ആരോപണമുയർന്നു. മന്ത്രി ഓഫീസിലെ ചിലരുടെ താൽപര്യമാണ് ഇത്തരം നിയമനങ്ങൾക്ക് പിന്നിലെന്ന് ഡോക്ടർമാർ ഉന്നയിച്ചു. ആരോഗ്യവകുപ്പിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഉത്തരവിൽ പാലിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയതിലും പ്രതിഷേധമുയർന്നിരുന്നു. ഷിജോ കുര്യൻ, 24, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.